ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ മുമ്പൊരു മന്ത്രവാദിയുടെ കാര്യം അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? അയാൾ ഒരുപാട് കഴിവുള്ള ഒരാളാ. പിരിക്കേണ്ടി വന്ന പിരിക്കും, കൊല്ലേണ്ടി വന്ന കൊല്ലും. അമ്മ ചാകാൻ കിടക്കുന്നത് ആലോചിച്ചിട്ടും ഇത്രയും ഭംഗിയായി അഭിനയിച്ച് ബലിപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചു അല്ലേ? അപ്പൊ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കില് നീ എന്റെ മുന്നിൽ വെച്ചെന്നെ നവീനെ സ്വന്തമാക്കിയനെ. മാഡം, ഇതൊക്കെ കേട്ട് നിൽക്കാനേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നീ ഇത് കേക്കണം. വെറുതെ ഒന്നുമല്ലല്ലോ, അമ്മ ഹോസ്പിറ്റലിൽ കിടക്കാണെന്നുള്ള പേരും പറഞ്ഞ് ലക്ഷങ്ങൾ എണ്ണി വാങ്ങിച്ചില്ലേ? അപ്പൊ നീ ഒരു കാവൽ പട്ടിയെ പോലെ ഇവിടെ കിടക്കണം. ഞങ്ങൾ കുരയ്ക്കാൻ പറഞ്ഞ കുരയ്ക്കണം, ആരെങ്കിലും കടിക്കാൻ പറഞ്ഞ കടിക്കണം. മനസ്സിലായോ? ഗാഥ മാഡം, കൃഷ്ണ കരുതിക്കൂട്ടി അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾക്കത് തോന്നില്ല. ഇവളെ നിങ്ങളെ മയക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാം കണ്ടു നിന്നത് ഞാനാ. മമ്മി, ഇനി വിവാഹത്തിന് മുന്നേ നടക്കുന്ന എല്ലാ ചടങ്ങിലും ഇവളെ കയറ്റി നിർത്തണ്ട, ഞാൻ ചെയ്തോളാം. ഇവള് കതിർമണ്ഡപത്തില് താലി കെട്ടാൻ മാത്രം നിന്നാ മതി. അങ്ങനെ ചെയ്യുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതൊന്നും ശരിയാവില്ല. താലികെട്ട് വരെയുള്ള എല്ലാ ചടങ്ങുകളിലും കൃഷ്ണ തന്നെ പങ്കെടുക്കണം. മമ്മിക്ക് എന്താ ഇത്ര നിർബന്ധം? ഇവളെ അഴിച്ചുവിട്ടാലേ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ കുടുംബവും കൊള്ളയടിച്ചിട്ട് ഇവള് പോവുള്ളൂ. മോളെ, മമ്മി പറയുന്നൊന്ന് കേക്ക്. മമ്മിങ് വന്നേ. മമ്മിയോട് എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വന്നേ മമ്മി. മമ്മി ഇങ്ങോട്ട് വരാൻ. സിനി ചേച്ചി, ഗാഥ പറഞ്ഞ പോലെ ഇനിയുള്ള കാര്യങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കണേ. എനിക്ക് അത്രയും സമയം എന്റെ അമ്മയുടെ അടുത്ത് നിൽക്കാലോ. നോക്കാം കൃഷ്ണ, നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ നീ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തില് ആർക്കും ഒരു പരാതി പറയാൻ പറ്റില്ല. നിങ്ങളിത് എവിടെയായിരുന്നു നിർമ്മലേ? മോൾക്ക് എന്ത് പറ്റി? നിങ്ങൾ അകത്തേക്ക് വാ, പറയാം. നിർമ്മലേ, എന്താ എന്താ നിർമ്മലേ? ഇവളെ ആരാ ഉപദ്രവിച്ചത്? ഉപദ്രവിച്ചതും അമ്മ ഏൽപ്പിച്ച ആൾക്കാർ തന്നെയാ. അമ്മ ഏൽപ്പിച്ച ആൾക്കാരാ? നീ എന്തു മോളായി പറയുന്നത്? എന്താ നിർമ്മല നിന്റെ ഉദ്ദേശം? എന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണോ? ഞാൻ കരുതിയോ ഇവളാ മുറിക്കത്ത് ചെന്ന് കേറുമെന്ന്? അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞ കേക്കണ്ടേ?
കൃത്യസമയത്ത് ഞാൻ ചെന്നില്ലായിരുന്നെങ്കിലേ ഇപ്പൊ ചത്തേനായിരുന്നു ഇവള്. ഒരൊറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ. എത്ര നിസ്സാരമായിട്ടാ മോളെ ചത്തനെന്ന് നീ പറയുന്നത്. സ്വന്തം മോളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? അടിക്കാൻ കയ്യോങ്ങിട്ട് അടിക്കാത്തെന്താ? നിങ്ങൾക്ക് ബഹളം വെക്കാനല്ലാതെ ചോദ്യം ചോദിക്കാനുള്ള ന്യായം മനസ്സിലില്ല അല്ലേ? എനിക്കൊരു ചെറിയ പിഴവ് പറ്റി, അതിനെന്റെ തലയിലോട്ട് കേറണ്ട. നീ ഇത് അല്ലാതെ നീ വേറെന്താ ചെയ്തിട്ടുള്ളത്? നവീന്റെ ഗാഥയുടെയും വിവാഹം മുടക്കാൻ വേണ്ടി നീ എത്ര തവണ ശ്രമിച്ചു? ഓരോ തവണയും ഗംഭീരമായിട്ട് പറയും, നിർമ്മല വിചാരിച്ച ദൈവത്തിന് പോലും തടയാൻ പറ്റില്ല. എന്നിട്ട് എന്തെങ്കിലും നടന്നോ നിന്നെ കൊണ്ട് ഇതുവരെ? നിർമ്മലെ, നീ എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ. നവീന്റെ കീർത്തിയുടെയും വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ മോളുടെ ജീവൻ സുരക്ഷിതമായിരിക്കണം. അവൻ ആര് വേണോ കെട്ടിക്കോട്ടെ, നമ്മുടെ മോക്ക് പറ്റിയ നല്ലൊരു ചെറുക്കനെ നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് അച്ഛൻ നിനങ്ങ് കെട്ടിയാ മതി. നാണോ ഉണ്ടോടി നിനക്ക്? ഒരാൾ ഇത്രയും അവഗണിച്ചിട്ടും അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും വേണം പെൺകുട്ടികളായാൽ. സാമാന്യ ബോധം ഉണ്ടെങ്കിലേ 3 നേരം അതങ്ങ് വെട്ടി വിഴുങ്ങ്, വിശപ്പ് മാറും. സമൂഹത്തിനിടയിൽ നല്ല അന്തസ്സുമായിരിക്കും. ഓ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, നവീൻ ഗാഥയുടെ കഴുത്തിൽ താലി കെട്ടുന്ന സമയം വരെ എനിക്കുള്ള സമയം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. അത് മുടക്കാൻ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യും. നീ എന്താന്ന് വെച്ചാ ചെയ്തു കൂട്ട്. ചാകാനാണ് തീരുമാനമെങ്കിൽ അമ്മയും മോളോടൊക്കെ ചത്തോ. എന്നെ വിട്ടേക്ക്. മതി, നിങ്ങൾ രണ്ടുപേരും കൂടി ഇതും പറഞ്ഞ് വഴക്കിടണ്ട. അമ്മേ, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. നേരിട്ട് ഗാഥ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പിന്നെന്ത് ചെയ്യാനാ? ഞാൻ മുമ്പൊരു മന്ത്രവാദിയുടെ കാര്യം അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? അയാൾ ഒരുപാട് കഴിവുള്ള ഒരാളാ. പിരിക്കേണ്ടി വന്ന പിരിക്കും, കൊല്ലേണ്ടി വന്ന കൊല്ലും. നമ്മുടെ ആവശ്യം എന്താണോ അതുപോലെ. ആഭിചാരം ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിയാ അതിനാരും നമ്മളെ കുറ്റപ്പെടുത്തില്ലല്ലോ. പെടഞ്ഞു വീണ് ചാവുമ്പോ അവള് പാവമായിരുന്നു എന്ന് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് നമുക്കും പറയാൻ പറ്റും. അങ്ങനെ തടിക്ക് കേടുവരാതെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. നിനക്ക് സംഭവിക്കുന്ന വേദന അപമാനമൊന്നും അമ്മയെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല മോളെ.